ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല സ്ട്രോങ് ആയിട്ടൊരു ഗെയിൻ ആയിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. നല്ല വോളറ്റൈലായിട്ട് ഒരു ട്രേഡിംഗ് സെഷൻ ആയിരുന്നു നിഫ്റ്റിയിൽ നിന്നത്. 12,062 ഓപ്പണായ മാർക്കറ്റ് ഏകദേശം 212 പോയിൻറ്റ്സിനടുത്ത് ഗെയിനോടുകൂടി 12,120.3 ഇന്ന് എൻഡായിട്ടുണ്ടായിരുന്നത്. ഇൻഡസിൻ ബാങ്ക്, ഹിൻഡാൽകോ, SBI, ഭാരത് പെട്രോളിയം, ടാറ്റ സ്റ്റീൽ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിഫ്റ്റിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗെയിൻ്റെ സെഷൻ. രാവിലെ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു ഓപ്പണിങ്ങിനായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിനും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നല്ലൊരു ഗ്യാപ്പോടുകൂടി ഒരു ഓപ്പണിങ്ങിന് ശേഷം നല്ലൊരു ഗെയിൻ ആയിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് സിഗ്നലാണ് ഡെയിലി ചാർട്ടിൽ പ്ലോട്ടായിട്ടുള്ളത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ മാർക്കറ്റ് സാഹചര്യങ്ങളും നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അടുത്തൊരു ഹൈ ആയ ഏകദേശം 12,200 12,300 റേഞ്ചുകളിലാണ് നമുക്ക് അടുത്തൊരു ഹൈ നിലനിൽക്കുന്നത്. അപ്പോൾ അതുവരെയുള്ളൊരു റാലി നമ്മൾക്കിപ്പോൾ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അതല്ല, ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വരുന്ന ദിവസങ്ങളിൽ നടക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് 12,000 റേഞ്ചിലൊരു സപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ ലെവലുകളിലേക്ക് ഏകദേശം 11,800 റേഞ്ചുകളിലേക്കുള്ള ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതകളും മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഈ ഒരു ഉണർവുകൾ പകർന്നത് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസും അതുപോലെ തന്നെ സർവീസ് സെക്ടർ ആക്ടിവിറ്റിയുടെ ആ ഒരു ഡാറ്റയും വന്നിട്ടുണ്ടായിരുന്നു. ആ ഡാറ്റയിലും നല്ലൊരു പിക്കപ്പ് വന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 49 നിന്ന് 54 വരെയൊക്കെയുള്ളൊരു വാല്യൂവിലേക്ക് വന്നു എന്ന രീതിയിലുള്ള അപ്ഡേറ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല US ഫെഡ് പോളിസി മീറ്റിംഗ് അതിൻ്റെ അപ്ഡേറ്റുകൾ ഇന്ന് ഔട്ട്കം വരാൻ പോവുകയാണ്. അപ്പോൾ അത് മാർക്കറ്റിൻ്റെ ഉണർവുകൾ പകരാൻ കാരണമായിട്ട് നിലനിന്നു. അതുമാത്രമല്ല യൂറോപ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ ബോണ്ട് ബൈയിങ്ങിൻ്റെ വാല്യൂ സ്റ്റിമുലസ് വാല്യൂ വീണ്ടും റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിന് വീണ്ടും ഒരു ഉണർവ് പകർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്കിനി ഇപ്പോൾ RS ഇൻഡിക്കേറ്ററിലെ വാല്യൂ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഏകദേശം 64 റേഞ്ചുകളിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 70 റേഞ്ചുകൾ ഒരു ഓവർബോട്ട് റേഞ്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി കുറച്ചൊരു മൂവ് ഉണ്ടായാലും തന്നെ മാർക്കറ്റിൽ വീണ്ടും ചെറിയൊരു കറക്ഷനൊരു സാധ്യത നമുക്ക് വരും ദിവസങ്ങളിൽ നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെ നിങ്ങൾ നാളെയും ട്രാക്ക് ചെയ്യുക. രാവിലെ SGX നിഫ്റ്റി നിന്ന് ട്രാക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ ആയിരുന്നു ഇന്ന് പ്ലോട്ടായിട്ടുണ്ടായിരുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് RS ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഓവർബോട്ട് റീജിയനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കറക്ഷനുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിൽ അടുത്ത് തന്നെ കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഇൻഡിക്കേറ്ററും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് സാഹചര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റിൽ ഇന്നലെ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരുന്നു. നാസ്ഡാക്കിൽ 420 പോയിൻറ്റ്സ് ഗെയിൻസോടുകൂടിയാണ് ഉണ്ടായത്. ഇന്നത്തെ US ഫീച്ചേഴ്സ് എല്ലാം തന്നെ പോസിറ്റീവ്ലി ട്രേഡ് ആകുന്നു. നല്ലൊരു ഓപ്പണിംഗ് US മാർക്കറ്റ് ഉണ്ടാകും എന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്നു. ഇനി US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബൈഡനിലേക്കാണ് കൂടുതൽ സീറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബൈഡൻ വിൻ ചെയ്യാനുള്ള സാധ്യതകളും ഇപ്പോൾ മാർക്കറ്റിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്നു. ഏകദേശം 6 സീറ്റുകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിന്നിംഗ് പൊസിഷനിലേക്ക് വരാൻ സാധിക്കും എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റയെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ US ഫെഡ് പോളിസി മീറ്റിങ്ങിൻ്റെ ഔട്ട്കമ്മും നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ എല്ലാം തന്നെ പോസിറ്റീവിലാണ് ട്രേഡ് ആകുന്നത് ഈ ഒരു സമയത്ത്. അതിനുള്ള പ്രധാന കാരണങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവർ കൊണ്ടുവന്ന ഒരു സ്റ്റിമുലസ് മെഷേഴ്സൊക്കെ ആയിരുന്നു. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെയും എല്ലാം പോസിറ്റീവിൽ ട്രേഡ് ആകുന്നു. SGX നിഫ്റ്റി 27 പോയിൻറ്റ്സ് ഗെയിനോട് കൂടിയാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസിൽ നിന്നൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റായിട്ട് നല്ലൊരു വർധനമെന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 35 പൈസ ഉയർന്ന് 74.39 ഇന്ന് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലും ഇന്ന് നല്ലൊരു പാർട്ടിസിപ്പേഷൻ FIIൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 5,368 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ഡ്രോവൽ തുടരുകയാണ്. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് ഒരു മൊത്തത്തിലുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാളെയും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂവിനുള്ള ഒരു സാധ്യതകളാണ് കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നതും ശ്രദ്ധിക്കുക. അപ്പോൾ അതേ പിന്തുടർന്നായിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത്. ഇനി നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ സ്റ്റോക്ക് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. കാരണം അതിൽ വീണ്ടും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ ഒരു കൺഫർമേഷൻ തരുന്ന രീതിയിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ ഇപ്പോൾ മൂവ് നടക്കുന്നുണ്ട്.
ഇനി ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു അപ്പ് മൂവ് തുടരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എൻട്രികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യാവുന്നതാണ്. RSI ഇൻഡിക്കേറ്ററിലൊരു ഓവർബോട്ട് റീജിയനിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്നിരുന്നാലും പ്രീവിയസ് ഹൈയിൽ നിന്ന് ഇന്നൊരു ബ്രേക്കൗട്ടുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പ് മൂവിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഇനിയും മൂവുകൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൈ തുടരാവുന്നതാണ്. അതല്ല വീണ്ടും നമുക്കൊരു റിവേഴ്സലിൻ്റെ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ഇൻഡസ്ഇൻഡ് ബാങ്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ലൊരു അപ്പ് മൂവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഹൈയുടെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെയും ഒരു പോസിബിലിറ്റി ഉണ്ട്. RSI ഇൻഡിക്കേറ്റർ ഓവർബോട്ട് റീജിയനിൽ ട്രേഡ് ആവുന്നു. ഇനി അതുപോലെ തന്നെ ടൈറ്റാനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ഡോജി പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം 3 ദിവസങ്ങളായിട്ട് നല്ലൊരു അപ് ട്രെൻഡാണ് ഈ ഒരു സ്റ്റോക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം റെസിസ്റ്റൻസ് സോണുകൾ നോക്കുകയാണെങ്കിൽ 1256, അതുപോലെ തന്നെ 1272 ആ ഒരു റേഞ്ചുകളിലാണ് ടൈറ്റാനിന് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു അപ്പ് മൂവ് തുടരാനുള്ള ഒരു സാധ്യതകൾ ടൈറ്റാനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ സിപ്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും അപ്പ് മൂവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റാലി തുടരുകയാണെങ്കിൽ ഏകദേശം 812 വരെയുള്ള റാലി തുടരാനുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെയും ഒന്ന് ട്രാക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹോൾഡിംഗ് തുടരാവുന്നതാണ്. ഫ്രഷ് എൻട്രികളും നമുക്ക് ഒരു കൺഫർമേഷൻ അടുത്ത ഒരു ബ്രേക്കൗട്ടുകൾക്ക് ശേഷം എടുക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ അമരരാജ ബാറ്ററീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്കിലും അപ്പ് മൂവുകൾ നല്ല രീതിയിൽ തുടരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇനിയൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ അപ്പ് മൂവ് തുടരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഫ്രഷ് എൻട്രികളൊക്കെ ഈ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നാൽ മാത്രം കൊടുക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റീൽ ഈ ഒരു സ്റ്റോക്കിലും ഇന്ന് നല്ല ഒരു അപ്പ് മൂവ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമുക്ക് പ്രീവിയസ് ഹൈയിൽ നിന്ന് ബ്രേക്കൗട്ടുകൾ ഇന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ച് ടയർഡായ പോലെ കാണുന്നു, ഒരു കൂൾ ഓഫ് നടക്കുന്നത് പോലെ കാണുന്നു. അപ്പോൾ അതിൽ നിന്ന് ബ്രേക്കൗട്ടുകൾ നടന്നാൽ മാത്രം ഫ്രഷ് എൻട്രികൾ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഹോൾഡിംഗ് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുടരാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു റിവേഴ്സലിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നത് വരെ ഹോൾഡിംഗ് തുടരാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ LIC ഹൗസിംഗ് ഫിനാൻസ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ആയിരുന്നുവെങ്കിലും പിന്നീട് വീണ്ടും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഹൈയിൽ നിന്ന് ഏകദേശം 310 മുകളിൽ ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് എൻട്രികൾ കൊടുക്കുന്നത് ആലോചിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. പ്രത്യേകിച്ചും ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു റിവേഴ്സലിൻ്റെ ഒരു സൂചന തന്നിട്ടുണ്ട്. കൺഫർമേഷൻ നമുക്ക് വരും ദിവസങ്ങളിൽ കിട്ടിയാൽ നമ്മൾക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ബുള്ളിഷ് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം എൻട്രികൾ കൊടുക്കുന്നത് ആലോചിക്കുക. റിലയൻസ് ഇന്ന് നല്ലൊരു പോസിറ്റീവിലായിരുന്നു നിന്നത്. ഇനി അതുപോലെ തന്നെ NMDCനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് റിവേഴ്സലിനുള്ള സാധ്യതകൾ പറഞ്ഞിരുന്നു. എന്നാലും ഇന്നൊരു കൺഫർമേഷൻ തരാത്ത രീതിയിലാണ് പോയത്. വീണ്ടും നല്ലൊരു അപ് ട്രെൻഡിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളൊക്കെ ട്രാക്ക് ചെയ്യുമ്പോൾ ഇന്ന് നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻസും ഒന്ന് ട്രാക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ റിലയൻസിൻ്റെ റീറ്റെയിൽ വെഞ്ചേഴ്സിലേക്ക് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് അവർ ഏകദേശം 9,555 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലൊരു ന്യൂസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 2%-ലധികം സ്റ്റേക്ക് അക്വയർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇത് റിലയൻസിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് കാണാനുള്ളത്. ഇനി അതുപോലെ തന്നെ ഓർഡർ വിന്നുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ് ഇവർക്ക് ഏകദേശം 11,000 വീൽസിൻ്റെ ഓർഡർ ഒരു പുതിയ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് വിൻ ചെയ്തു എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പുതിയ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം US മാർക്കറ്റിലെ ഒരു ലാർജസ്റ്റ് പ്ലെയർ എന്ന രീതിയിലാണ് ഇവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഇവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഇനി അതേപോലെ തന്നെ ഇന്ന് PVRനെയും ഐനോക്സിനെയും സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര ഗവൺമെൻറ് അവിടുത്തെ സിനിമ തിയേറ്ററും മൾട്ടിപ്ലക്സ് ഓപ്പൺ ചെയ്യാനുള്ളൊരു പെർമിഷൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നവംബർ 5-ാം തീയതി മുതൽ ഓപ്പൺ ചെയ്യാം എന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു ഇവരുടെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കമൻട്രികൾ പ്രകാരം മഹാരാഷ്ട്രയാണ് ഏകദേശം ഈ ഒരു മൾട്ടിപ്ലക്സ് റവന്യൂവിൻ്റെ 25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഗവൺമെൻറ് ഇവർക്ക് ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നത് ഇവർക്ക് വലിയൊരു ആശ്വാസകരമായ വാർത്തയായിട്ടാണ് കാണുന്നത്. അപ്പോൾ തുടർന്ന് ഇന്ന് നല്ലൊരു അപ്പ് മൂവ് ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 സ്റ്റോക്കുകളും തീർച്ചയായിട്ടും നിങ്ങൾ വരും ദിവസങ്ങളിലും ഈ ഒരു സ്റ്റോക്കുകളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റേറ്റുകളിലേക്കൊക്കെ ഓപ്പണിംഗ് ഒക്കെ വരികയാണെങ്കിൽ പോസിറ്റീവ് മോഡിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഇനി അടുത്തതായിട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇതായിരുന്നു പറഞ്ഞത്. അവർ ഏകദേശം ബോണ്ട് ബൈങ്ങിൻ്റെ അതിൻ്റെ വാല്യൂ അവർ വീണ്ടും റേസ് ചെയ്തിരിക്കുകയാണ്. 150 ബില്യൺ പൗണ്ടിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഈ ഒരു ലോക്ക്ഡൗണൊക്കെ വീണ്ടും വരുന്ന രീതിയിൽ അപ്പോൾ
മാർക്കറ്റിനൊക്കെ പിടിച്ചു നിർത്താനായിട്ടാണ് ഇവർ ഈ ഒരു മൂവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് യൂറോപ്യൻ മാർക്കറ്റിനൊക്കെ ഒരു പോസിറ്റീവ് മൂവായിട്ടാണ് കാണാനുള്ളത്. ഇനി അടുത്തായിട്ട് Q2 റിസൾട്ട്സ് വന്ന കമ്പനികളിലേക്ക് വരുമ്പോൾ ബജാജ് ഇലക്ട്രിക്കൽസിൻ്റെ Q2 റിസൾട്ട്സിൽ 53 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റാണ് ഇവർ ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിലും ഏകദേശം 11% വർധനവ് ഉണ്ടായതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അതും ഒരു ഇയർ ഓൺ ഇയർ ബേസിസിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ലൂപ്പിൻ്റെ Q2 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ 211 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റാണ് ഈ ഒരു ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും US മാർക്കറ്റിലുണ്ടായ നല്ലൊരു സെയിൽസാണ് ഇവർക്ക് ഈ ഒരു നെറ്റ് പ്രോഫിറ്റിന് കാരണമായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഗോദ്രേജ് കൺസ്യൂമേഴ്സിൻ്റെ Q2 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ 10.7% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂവിലും 10.8% വർധനവ് ഇയർ ഓൺ ഇയർ ബേസിസിൽ ഉണ്ടായി എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അടുത്തായിട്ട് JK സിമൻസിൻ്റെ Q2 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 6% വർധനവ് ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇമാമിയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഏകദേശം 24.7% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂവിലും 11.3% വർധനവ് ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ബിസിനസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിലെ ക്ലയൻറ്റ് ബേസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 4.9% വർധനവ് സെപ്റ്റംബർ മാസത്തെ അപേക്ഷിച്ച് ഉണ്ടായി എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നു. സെപ്റ്റംബറിൽ 2.69 മില്യൺ അവർക്ക് കസ്റ്റമേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് 2.83 മില്യണായിട്ട് ഉയർന്നിട്ടുണ്ട് അവരുടെ ക്ലയൻസ്. എന്നിരുന്നാലും ഈ ഒരു അക്വിസിഷൻ്റെ റേഷ്യോ അത് നോക്കിക്കഴിഞ്ഞാൽ ക്ലയൻറ്റ് അക്വിസിഷൻ്റെ റേഷ്യോയിൽ ഒരു ഡിക്ലൈൻ ഉണ്ടായി എന്ന രീതിയിലും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളെല്ലാം തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു അനാലിസിസ് നടത്തുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.